ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഒത്തിരി നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഒത്തിരി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് കമൻസിലും അതുപോലെ മെയിലിലും ചോദിച്ചേക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ഒന്ന് ഡേറ്റാ സയൻസ്, രണ്ടാമത് വരുന്നത് ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേരളത്തിൽ തന്നെയുള്ള RP2 സെൻറ്റർ എന്ന് പറഞ്ഞവർ നടത്തുന്ന ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ 16 സോ നമുക്ക് ആ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എങ്ങനെയാണ്, അതിൻ്റെ ഫീ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗില്ലാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡേറ്റാ സയൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 7 മോഡ്യൂൾസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 7 മോഡ്യൂൾസ് ഇവർ 3 months കൊണ്ട് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് പൈത്തൺ ബേസിക്സ് ആണ് ഇവർ നമ്മൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ മോഡ്യൂളിൽ വരുന്നത് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. തേർഡ് മോഡ്യൂളിൽ വരുന്നത് മെഷീൻ ലേണിംഗ് വിത്ത് പൈത്തൺ ആണ്. ഫോർത്ത് മോഡ്യൂളിൽ വരുന്നത് സൈക്കിറ്റ് ലേൺ ബേസിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഫിഫ്ത്ത് മോഡ്യൂളിൽ വരുന്നത് ഡീപ്പ് ലേണിംഗ് ആണ്. സിക്സ്ത് മോഡ്യൂളിൽ വരുന്നത് ജനറേറ്റീവ് AI ആണ്. സെവൻത്ത് മോഡ്യൂളിൽ വരുന്നത് ഡേറ്റ വിഷ്വലൈസേഷൻ, ടാബ്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 7 മോഡ്യൂൾസ് ആണ് നമുക്ക് ഡേറ്റ സയൻസിൽ നമുക്ക് പഠിപ്പിക്കുന്നത് ഒരു 3 months കൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ എന്നുള്ളത് നോക്കാം. രജിസ്ട്രേഷൻ ഇവർ ആക്ച്വലി വാങ്ങുന്നതെന്ന് പറയുന്നത് 2000 rupees ആണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് മന്തിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 10,000 ആണ്. സെക്കൻഡ് മന്തിലും 10,000. ലാസ്റ്റ് മന്ത് അതായത് തേർഡ് മന്തിൽ നമുക്ക് വരുന്നത് റിമൈനിങ് ആയിട്ടുള്ള 7,500 ആണ്. ഇത് ഒരുമിച്ചൊക്കെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഡേറ്റ അനലിറ്റിക്സ് ആണ്. സോ ഡേറ്റ അനലിറ്റിക്സിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് വരുന്നത് 5 modules ആണ്. സോ 5 modules എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഡേറ്റ അനലിറ്റിക്സ് ആണ്. തേർഡിൽ വരുന്നത് എക്സൽ ബേസിക് ടു അഡ്വാൻസ്ഡ് ആണ്. ഫോർത്തിൽ വരുന്നത് SQL ആണ് വരുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത് പവർ BI ആണ്. ഇനി ഈ 2 പ്രോഗ്രാംസിനും ഇവർ പ്രൊജക്ട്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്. 10 മിനി പ്രൊജക്ട്സും പിന്നെ ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റും ഒക്കെ ഇതിൽ ഭാഗമാണ്. പിന്നെ ഈ പറയുന്ന 3 months ഡ്യൂറേഷൻ ആയിരിക്കും ഇത് കവർ ചെയ്യുന്നത്. അതിനുശേഷം അവർ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് അഷ്യൂർ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് മേക്ക് ഷുവർ ചെയ്ത് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള കുട്ടികളായിട്ടൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്ത് നിങ്ങളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ തന്നെ പഠിക്കാനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കുക. ഇവർക്ക് ഓഫ്ലൈനും അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാംസും ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.